നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. റവറന്റ് ഫാദർ CK യോഹന്നാൻ കശീശ അന്തരിച്ചു. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കനിവ് ഭവന പദ്ധതി 2024 പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുണ്ടൂരിൽ ആരംഭിച്ചു. സഭയുടെ വിവിധ ഇടവകകളിൽ വിശുദ്ധ സ്ലീബ തിരുനാളിന്റെ ആഘോഷങ്ങൾ ഭക്തിനിർഭരമായി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കാത്തോലിക്കോസ് മാറന്മാരാവ തൃതീയൻ തിരുമേനിയുടെ പട്ടാഭിഷേക വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധ ഇടവകകളിൽ പാത്രിയാർക്ക പതാക ഉയർത്തി. സഭയുടെ വിവിധ ഇടവകകളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സഭയുടെ കരുതൽ ഭിന്നശേഷി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് 2024 സെപ്റ്റംബർ 22 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 2 മണി വരെ. വാർത്തകൾ വിശദമായി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ സീനിയർ വൈദികരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ചൊവ്വൂക്കാരൻ കുര്യപ്പൻ മകൻ യോഹന്നാൻ കശീശ 2024 സെപ്റ്റംബർ 18 ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:40 അന്തരിച്ചു. 1965 ജൂൺ 13 ഹീപ്പദിയാക്ന പട്ടം സ്വീകരിച്ചു. 1968 ഒക്ടോബർ 28 അഭിവന്ദ്യ ഡോക്ടർ മാർ എഫ്രേം മെത്രാപ്പൊലീത്ത തിരുമേനിയിൽ നിന്ന് ഷമ്മാശ പട്ടം സ്വീകരിച്ചു. 1989 ഏപ്രിൽ 16 കാലം ചെയ്ത പൗലോസ് മാർ പൗലോസ് എപ്പിസ്കോപ്പിയിൽ നിന്ന് കശീശ പട്ടം സ്വീകരിച്ചു. മാർ നർസൈപ്രസ് മാനേജറായി സേവനം ചെയ്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ ഗാനമാലികയിലെ ഏറെ ഗാനങ്ങൾ രചിക്കുകയും അതിനുവേണ്ട സംഗീതം നൽകുകയും ചെയ്തു. ഓൾ ഇന്ത്യ റേഡിയോയിൽ കൽദായ സുറിയാനി സഭയ്ക്കു വേണ്ടി ഏറെക്കാലം ഗാനങ്ങൾ ആലപിച്ചു. മാർത്തുമറിയം വലിയപള്ളി തൃശൂർ, മാർ യോഹന്നാൻ മബ്ദാന പള്ളി കിഴക്കേക്കോട്ട, മാർ അപ്രേം പള്ളി ചേലക്കോട്ടുകര, മാർ മാറി സ്ലിഹ പള്ളി കുരിയച്ചിറ, മാർ അദ്ദായ് സ്ലിഹ പള്ളി പറവട്ടാനി, മാർ യോനൻ പള്ളി തിരൂർ, മാർ ഗീവർഗീസ് സൗദ പള്ളി ചേരൂർ, മാർ തോമസ് സ്ലിഹ പള്ളി പട്ടിക്കാട്, മാർ ഔഗിൻ തൂവാന പള്ളി പടിഞ്ഞാറേക്കോട്ട, മാർ തിമോത്തിയോസ് പള്ളി നെല്ലിക്കുന്ന് തുടങ്ങിയ ഇടവകകളിൽ സേവനം അനുഷ്ഠിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിലെ പൊതുദർശനത്തിന് വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും ഭക്തസംഘടനകളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. മക്കൾ യേശുദാസ് സി ജോൺ, ധന്യ സി ജോൺ, ദയാൽ സി ജോൺ. മരുമക്കൾ ലിൻഡ, ബിൻസി ലൂക്കോസ്. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കനിവ് ഭവന പദ്ധതി 2024 പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുണ്ടൂരിൽ ആരംഭിച്ചു. 2024 സെപ്റ്റംബർ 11 ബുധനാഴ്ച രാവിലെ സംഘടനാ പ്രസിഡന്റ് ഫാദർ ജോസ് ജേക്കബ് വെങ്ങാശ്ശേരി കശീശ ഭവനത്തിന്റെ തറ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള കുറ്റിയടിക്കൽ നടത്തി. ചടങ്ങിൽ കമ്മിറ്റി അംഗങ്ങളും ഇടവകക്കാരും ഭവനക്കാരും പങ്കെടുത്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാർത്തുമറിയം വലിയപള്ളിയിൽ വിശുദ്ധ സ്ലീവ തിരുനാളിനോടനുബന്ധിച്ച് അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സുറിയാനിയിൽ റംഷ പ്രാർത്ഥന നടത്തി. തുടർന്ന് ശക്തൻ തമ്പുരാൻ നൽകിയ 2 കുത്തുവിളക്കുകളും 25 പൊൻകുരിശുകളും മുത്തുകുടകളുമായി അണിനിരന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വലിയ പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്ക് പ്രവേശിച്ച പെരുന്നാൾ പ്രദക്ഷിണത്തിൽ ഫാദർ ഡെൽമിൻ ഡേവിസ് മുഖ്യ കാർമ്മികനായിരുന്നു. 13-ാം തീയതി തിരുനാൾ ദിവസം രാവിലെ 7 മണിക്ക് പാട്ടുകുർബാന അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 9 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് നേർച്ചക്കഞ്ഞി ആശീർവാദവും വിതരണവും ഉണ്ടായിരുന്നു. വലിയ പള്ളി വികാരി റവറന്റ് ഫാദർ KR ഇനാശു, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെൽമിൻ ഡേവിസ്, തിരുനാൾ കൺവീനർ റോയ് EI, കൈക്കാരൻ സോജൻ പി ജോൺ, ജോർജ് ജോയ് എന്നിവർ സ്ലീവ പെരുന്നാളിന് നേതൃത്വം നൽകി. പറവട്ടാനി ഇടവകയിൽ വിശുദ്ധ സ്ലീവ തിരുനാളും വിശുദ്ധ മദ്ബഹ കുദാശയും ഭക്തി നിർഭരമായി. പറവട്ടാനി മാർ അദ്ദായ് സ്ലിഹ പള്ളിയിൽ സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച വിശുദ്ധ സ്ലീവ തിരുനാളിൽ രാവിലെ 6 മണിക്ക് ഇടവകയിലെ ഒരു വിശ്വാസി സംഭാവന ചെയ്ത് സജ്ജീകരിച്ച സഭയിലെ തന്നെ ആദ്യത്തെ ഓട്ടോമാറ്റിക് തിരശ്ശീലയുടെ ഉദ്ഘാടനവും തുടർന്ന് വിശുദ്ധ മദ്ബഹ കുദാശയും അഭിവന്ദ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. തുടർന്ന് വികാരി റവറൻ റോണോ വർഗീസ് കശീശ വിശുദ്ധ കുർബാനയിൽ കാർമ്മികനായി. പ്രദക്ഷിണത്തിന് റവറൻ റിനോജ് ഡേവിസ് കശീശ നേതൃത്വം നൽകി. റവറൻ തിമോത്തിയോസ് ജോയ് കശീശ നേർച്ചക്കഞ്ഞി ആശീർവദിച്ചു. ഭക്തിനിർഭരമായ ശുശ്രൂഷകളിൽ അനേകം വിശ്വാസികൾ പങ്കെടുത്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ നെല്ലങ്കര മാർസ്തപ്പാനോ സൗദ പള്ളിയിൽ വിശുദ്ധ സ്ലീവ തിരുനാൾ ഇടവക പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടത്തി.
സഭയിലെ സീനിയർ വൈദികൻ റവറൻ ഫാദർ ആന്റണി കശിഷയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വികാരി റവറൻ ഡോക്ടർ മൈക്കിൾ വളവന്തറ കശിഷയുടെയും റവറൻ ഫാദർ MD അബി കശിഷയുടെയും റവറൻ ഫാദർ സിറിൽ ആന്റണി കശിഷയുടെയും സഹകാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് റവറൻ ഫാദർ സിറിൽ ആന്റണി കശിഷ സ്ലീവ തിരുനാളിനെ കുറിച്ചുള്ള മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് വൈദികരും ഇടവക വിശ്വാസികളും ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തോടുകൂടി കുരിശുപള്ളിയിൽ പ്രാർത്ഥന നടത്തി. പ്രദക്ഷിണം 8:30-ന് പള്ളിയിൽ പ്രവേശിച്ച് സമാപന പ്രാർത്ഥനയോടെ സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് റവറൻ ഫാദർ MD അബിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഇടവക കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, TP ബാബു, സഭാ കൗൺസിൽ അംഗങ്ങളായ ജിൻസൺ പോൾ, ജീസ് AJ തുടങ്ങിയവർ നേതൃത്വം നൽകി. ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കാത്തോലിക്കോസ് മാറന്മാറാവ തൃതീയൻ തിരുമേനിയുടെ പാത്രിയാർക്ക ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 15 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംധാന പള്ളിയിൽ വികാരി സിജോ ജോണി കശിഷ പാത്രിയാർക്കൽ പതാക ഉയർത്തി. പറവട്ടാനി മാർ അദ്ദായി സ്ലീഹ പള്ളിയിൽ കിഴക്കിന്റെ പാത്രിയാർക്ക സിംഹാസനത്തോടുള്ള അചഞ്ചലമായ കൂറും വിശ്വാസവും പ്രകടമാക്കി പാത്രിയാർക്ക ദിനം ആചരിച്ചു. വികാരി റവറൻ റൂണോ വർഗീസ് കശിഷ സന്ദേശമറിയിച്ച് പതാക ഉയർത്തി. സഹവികാരി റവറൻ തിമോത്തിയോസ് ജോയ്, ഡീക്കൻ ബാബു കെ പോൾ, കൈക്കാരന്മാരായ ടോണി റാഫേൽ, പോൾ മാത്യൂസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പാത്രിയാർക്ക ദിനാചരണത്തോടനുബന്ധിച്ച് മാർ അപ്രേം പള്ളിയിൽ വികാരി ഫാദർ CD പോളി പാത്രിയാർക്ക പതാക ഉയർത്തി. പടിഞ്ഞാറേക്കോട്ട മാർ ഔഗിൻ തുവാന പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാത്രിയാർക്കിസ് പട്ടാഭിഷേകത്തോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ ടിൻഡോ കി തിമോത്തി കശിഷ പാത്രിയാർക്കൽ പതാക ഉയർത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ മോഹൻ കോനിക്കര കശിഷ, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ എന്നിവരുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. ചേരൂർ മാർ ഗീവർഗീസ് സഹദ പള്ളിയിൽ ഇടവക വികാരി ഫാദർ വിനോദ് തിമോത്തി കശിഷ പാത്രിയാർക്കൽ പതാക ഉയർത്തി. ചാലക്കുടി മാർത്തമറിയം പള്ളിയിൽ ഇടവക വികാരി ഫാദർ നിപുൺ അറക്കൽ കശിഷ പാത്രിയാർക്കൽ പതാക ഉയർത്തി. കുരിയച്ചിറ മാർ മാറിസ്ലിഹ പള്ളിയിൽ 2024 സെപ്റ്റംബർ 15-ന് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ കശിഷ പാത്രിയാർക്കൽ പതാക ഉയർത്തുകയും പാത്രിയാർക്കൽ ദിന ആശംസകൾ നേരുകയും ചെയ്തു. സർവശക്തനായ ദൈവം നൽകിയ സമൃദ്ധിയുടെ നിറവിൽ നിന്ന് സഹജർക്ക് പങ്കുവെക്കുന്നത് ക്രിസ്തീയതയുടെ അടയാളമാണ്. നടത്തറ മാർ നർസൈ പള്ളി ഇടവക മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഓണനിറവ് എന്ന പേരിൽ നിർധനരായ 25ഓളം കുടുംബങ്ങൾക്ക് സെപ്റ്റംബർ 13-ാം തീയതി വിശുദ്ധ സ്ലീവ തിരുനാളിൽ ഓണക്കിറ്റുകൾ നൽകി. സെപ്റ്റംബർ 13-ാം തീയതി വിശുദ്ധ സ്ലീവ തിരുനാളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റവറൻ ഫാദർ സൈമൺ ഇമ്മട്ടി കശിഷ ആദ്യ ഓണക്കിറ്റ് നൽകി. ഓണനിറവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പറവട്ടാനി മാർ അദ്ദായി സ്ലേഹ പള്ളി യൂത്ത് അസോസിയേഷൻ തിരുവോണനാളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം പാലട പായസം വിപണന മേള സംഘടിപ്പിച്ചു. വികാരി റവറൻ റോണോ വർഗീസ് കശിഷ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി റവറൻ തിമോത്തിയോസ് ജോയ് കശിഷ, കൈക്കാരന്മാരായ പോൾ മാത്യൂസ്, ടോണി പാണഞ്ചേരി എന്നിവർ സന്നിഹിതരായിരുന്നു. സെക്രട്ടറി ഷാബി ഷാജൻ, ജോയിന്റ് സെക്രട്ടറി അലക്സ് ഡേവിസ്, ട്രഷറർ സ്റ്റെബിൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ പള്ളിയിൽ ഉത്രാടനാളിൽ പള്ളി അങ്കണത്തിൽ വെച്ച് 3 മണിക്ക് യൂത്ത് അസോസിയേഷനും വുമൺ യൂത്ത് അസോസിയേഷനും ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. റവറൻ ഫാദർ ഡോക്ടർ മൈക്കിൾ P. വള്ളവന്തറ പ്രാർത്ഥനയോടെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ജിസ്മോൻ ഡേവിസ് സ്വാഗതം പറഞ്ഞു. കൈക്കാരനായ TP ബാബു, കേന്ദ്ര വുമൺസ് യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സിസ്റ്റർ ഡോക്ടർ ജിൻസി ഓത്തോട്ടിലും ആശംസകൾ അർപ്പിച്ചു. ഇടവക യൂണിറ്റ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പൂക്കള മത്സരം അതീവ വാശിയോടെ തന്നെ നടന്നു. തുടർന്ന് അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഡാൻസ്, പാട്ട് തുടങ്ങിയ പരിപാടികൾ മനോഹരമായിരുന്നു. വിവിധ ഫൺ ഗെയിമുകളിൽ ഇടവകയിലെ ജനങ്ങൾ പങ്കെടുത്തു. വുമൺസ് യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി നന്ദി പ്രകടിപ്പിച്ചു. ചാലക്കുടി മാർത്തുമറിയം പള്ളിയിൽ 2024 സെപ്റ്റംബർ 15 ഞായറാഴ്ച ഓണാഘോഷം സംഘടിപ്പിച്ചു. മനോഹരമായ പൂക്കളമുണ്ടാക്കി തുടർന്ന് പായസ വിതരണം നടത്തി. ഇടവക വികാരി റവറൻ ഫാദർ നിപുൺ അറക്കൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇടവക ജനങ്ങളും എല്ലാ പരിപാടികളിലും സന്നിഹിതരായിരുന്നു. സഭയുടെ ചാരിറ്റി വിഭാഗത്തിന് കീഴിലുള്ള കരുതൽ ഭിന്നശേഷി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ്
2024 സെപ്റ്റംബർ 22 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 2 മണിവരെ മാർത്തുമറിയം വലിയപള്ളി ഹാളിൽ നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിക്കും. ഫയർ അഥവാ ഫൗണ്ടേഷൻ ഫോർ ഇന്റർനാഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് ആൻഡ് എംപവർമെന്റ് പ്രവർത്തകർ ക്യാമ്പ് നയിക്കും. ഫയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സിന്ധു വിജയകുമാർ ക്യാമ്പിലുണ്ടായിരിക്കുന്നതാണ്. സഭയിലെ എല്ലാ ഭിന്നശേഷി അംഗങ്ങളും ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.